അണ്ണാറക്കണ്ണാവാ പൂവാല ചങ്ങാത്തം കൂട്ടാൻ വാ പൂവാലി പശുവിന്റെ നമ്മള് ചൊങ്കനുണ്ണിയല്ല വരുന്നത്. കുറെ കാലമായല്ലോ അല്ല അവനെ കണ്ടിട്ട്. ഹലോ ചൊങ്കപ്പ. ഹൂ ഇസ് ദാറ്റ്? യവൻ ആര്? എടാ ചൊങ്ക, നീ എന്നെ മറന്നു പോയോ? ഇത് ഞാനടാ, ഞാനെന്ന് വെച്ചാൽ LP സ്കൂളിൽ ഒരേ ക്ലാസ്സിൽ ഒരു ബെഞ്ചിലിരുന്ന് നമ്മൾ 4 കൊല്ലം പഠിച്ചതല്ലേടാ. സോറി ഐ കാൺ റിമെമ്പർ. ഡേ, ഇത് നിന്റെ പൊക്കപ്പനടാ. എന്നെ ഇത്ര വേഗം മറന്നോ? ഓ പൊക്കപ്പൻ. ഐ നോ. നീ ആകെ ഒന്ന് മിനുങ്ങിട്ടുണ്ടല്ലോ. ഞാൻ കുറെ കാലമായി ടൂറിലായിരുന്നു. എവിടെയായിരുന്നു? അമേരിക്ക, കാനഡ, ദുബായ്, തായ്ലൻഡ്, മഞ്ചേരി. എന്നെയും ഒന്ന് രക്ഷപ്പെടുത്തടേ. നാട്ടിൽ നിന്നാൽ ശരിയാവില്ല. ഛായ്, എനിക്കെന്റെ സ്റ്റാറ്റസ് നോക്കണ്ടേ? ഏതായാലും വാ. തനിക്കിവിടെ എന്താ പണി? ചില്ലറ തട്ടിപ്പൊക്കെയായി അങ്ങനെ കഴിഞ്ഞു പോകുന്നു. ഇനിയൊന്നും നടക്കില്ലടാ ഊവേ. എങ്ങോട്ടാ ചേട്ടാ ഇത്ര നേരത്തെ? ഇന്ന് നല്ല ഫോമിലാണല്ലോ. ഹേയ്, ഒരു ഈവനിങ് വാക്കിന് ഇറങ്ങിയതാ. എല്ലാവർക്കും വിവരം വെച്ച് തുടങ്ങി. പുതിയ നമ്പർ എന്തെങ്കിലും ഇറക്കണം. വെരി ഗുഡ്. നിനക്ക് ഞാൻ കുറച്ച് പുതിയ നമ്പർ പറഞ്ഞു തരാം. വാ. അല്ലടേ, എന്തിനാ നിന്റെ വയറ് വീർത്തിരിക്കുന്നേ? ഗ്യാസ്. ഓ, കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരുന്നിട്ടാ. ഡെയിലി എക്സസൈസ് ചെയ്യണം, പക്ഷെ സമയം കിട്ടണ്ടേ. വെയിറ്റ്. എന്താടേ? ഓ, അവനാ വീട്ടിലെ കാവൽക്കാരനാ. ഞാൻ നിനക്കൊരു ട്രിക്ക് പറഞ്ഞു തരാം. നീ അതുപോലെ ചെയ്യണം. അടുത്ത് പോവണ്ട, അവനിത്തിരി കട്ടിയാ. കൺട്രി ബോയ്. ഡേ, അടുത്തേക്ക് പോവണ്ട, തടി ചീത്തയാവും. നീ ആ ഉണക്ക ചെവിയൊന്ന് അടുപ്പിച്ച് പിടിച്ചേ. അയ്യോ, വേണ്ട ചൊങ്ക, പാവം, അവനും ജീവിച്ചോട്ടെ. മനസ്സിലായോ? നിന്റെ ഒരു ബുദ്ധി. മോനെ, നീയാണടെ മോൻ. ഏതായാലും ഞാനൊന്ന് ട്രൈ ചെയ്യാം. ഗുഡ് മോർണിംഗ്. എന്തു വേണം? എനിക്കിവിടുത്തെ മുതലാളിയെ ഒന്ന് കാണണം. അത്യാവശ്യമായൊരു കാര്യം പറയാനുണ്ട്. സോറി, മുതലാളി ഇവിടെ ഇല്ല, പുറത്തുപോയി. ഇവിടെ ഇവനല്ലാതെ മറ്റാരുമില്ല. ആദ്യം ഇവനെ ചുങ്കപ്പന്റെ അടുത്തെത്തിക്കണം. എന്താ ആലോചിക്കുന്നത്? പറഞ്ഞില്ലേ, പോയിട്ട് പിന്നെ വാ. അല്ല ഡിയർ, നമ്മൾ ഇത്രയും പരിചയപ്പെട്ട സ്ഥിതിക്ക് ചോദിക്കുക, തനിക്ക് എത്ര രൂപയാ ശമ്പളം? അറിഞ്ഞിട്ടെന്ത് വേണം? അറിഞ്ഞിട്ട് തനിക്ക് ഗുണമുണ്ടെന്ന് വിചാരിച്ചോ? അല്ല, നിന്നെപ്പോലെ ഒരു ചെറുപ്പക്കാരൻ പകലന്തിയോളം ഇവിടെ കാവൽ നിന്നിട്ട് എന്ത് കിട്ടുമെന്നറിയണമല്ലോ. ശമ്പളമൊക്കെ അല്പം കുറവാ. വേറെ ജോലിയൊന്നും തരപ്പെടാത്തത് കൊണ്ട് ഇങ്ങനെ നിന്നു പോകുന്നു. വെരി ഗുഡ്. ചോദിക്കുന്നത് കൊണ്ട് ഒന്നും തോന്നരുത്. നല്ല ജോലി ശരിയാക്കി തന്നാൽ നീ വരുമോടെ? എന്താ സംശയം? ഞാൻ എന്നോ റെഡി. നിനക്ക് നല്ലൊരു ജോലി ഞാൻ ശരിയാക്കി തരാം. ഗൾഫിലൊക്കെ കാവൽക്കാർക്ക് നല്ല ഡിമാൻഡാ. തനിക്ക് ഞാൻ നല്ലൊരാളെ പരിചയപ്പെടുത്തി തരാം. യഥാര്? വാ, കമോൺ. ഭാഗ്യം വരുമ്പോൾ തട്ടിക്കളയരുതല്ലോ. ഒന്ന് ട്രൈ ചെയ്യാം. കമോൺ. അവര് വരുന്നുണ്ടല്ലോ, എന്റെ കൂട്ടുകാരാ. എന്റെ കൽബിലെ വെണ്ണിലാവു നീ നല്ല കൂട്ടുകാരാ. നീ ബുദ്ധിമാൻ തന്നെ. ഇതാ ഞാൻ പറഞ്ഞ സാർ. ഹലോ, ഹൗ ഡു യു ഡു? ഗ്ലാഡ് ടു മീറ്റ് യു. ഇവനെ കണ്ടിട്ടൊരു കള്ള ലക്ഷണമുണ്ടല്ലോ.
ഏതായാലും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാ. ഡു ഏതായാലും നമുക്കിവനെ ഓക്കെ, ഇവന്റെ കരച്ചിൽ വിട്ട് ആരെങ്കിലും ഒക്കെ ഓടി വരും. ഇവനെ നമുക്ക് ആ ഒഴിഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയി 50-50, പകുതി നിനക്ക് പകുതി എനിക്ക്. ഓക്കെ, അപ്പൊ ചങ്ങാതി, നിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ട്. നിനക്ക് നല്ലൊരു ജോലി ഇപ്പൊ ശരിയാക്കി തരാം. വരുവള്ളിയാ, നമുക്ക് അല്പം മാറി എന്ന് സംസാരിക്കാം. നിങ്ങൾ എന്നെ കൊന്നു തിന്നാൻ കൂട്ടിക്കൊണ്ടുവന്നതാണല്ലേ? നിങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു. നശിപ്പിച്ചു. എന്നാ ഞാനൊരു സത്യം പറയാം. അങ്ങനെ തന്നെ. ഒരു വിരോധവുമില്ല. നിങ്ങളെപ്പോലുള്ള മാന്യന്മാരുടെ വയറ്റിൽ എത്താൻ കഴിയുന്നത് തന്നെ വലിയ ഭാഗ്യമല്ലേ? നിങ്ങളുടെ സന്തോഷം തന്നെയാ എന്റെയും സന്തോഷം. വെരി ഗുഡ്, കൺഗ്രാറ്റുലേഷൻ. പക്ഷേ ഒരു പ്രശ്നമുണ്ട് ചേട്ടാ. എന്ത് പ്രശ്നം? വാട്ട് ഈസ് ദ പ്രോബ്ലം? വെർ ഈസ് ദ പ്രോബ്ലം? ചേട്ടന്മാർ എന്നെ സൂക്ഷിച്ചൊന്ന് നോക്കിക്കേ. എന്താ കണ്ടില്ലേ? ഞാനാകെ മെലിഞ്ഞുണങ്ങിക്കിടക്കുന്നത്. വാരിയല്ലൊക്കെ പുറത്ത് കാണുന്നില്ലേ? ഒരാഴ്ചയായി മുതലാളി വീട്ടിലില്ലാത്തതിനാൽ മര്യാദക്ക് ഭക്ഷണം ഒന്നും കിട്ടാറില്ല. എൻ്റെ ശരീരത്തിൽ എല്ല് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾ എന്നെ തിന്നാൽ എൻ്റെ എല്ല് നിങ്ങളുടെ തൊണ്ടയിൽ കുടുങ്ങി നിങ്ങൾ ചാവും. അയ്യോ, എനിക്കത് ഓർക്കാൻ പോലും വയ്യേ. അയ്യോ, കരയണ്ട. കൂൾ ഡൗൺ. നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് പറയാ. ചേട്ടന്മാർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്കത് സഹിക്കാൻ കഴിയില്ല. ഒരു കാര്യം ചെയ്യേ, അടുത്ത ആഴ്ച മുതലാളിയുടെ വീട്ടിൽ ഒരു കല്യാണമുണ്ട്. ഇനി അങ്ങോട്ട് വീട്ടിൽ എന്നും നല്ല ഭക്ഷണം ഉണ്ടാവും. എനിക്ക് ധാരാളം ഇറച്ചിയും മീനും ഒക്കെ തിന്നാൻ കിട്ടും. അപ്പോൾ ഞാൻ തടിച്ചു കൊഴുക്കും. അപ്പോൾ നിങ്ങൾ വന്ന് എന്നെ കൊന്നു തിന്നു. എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. ഓ, യു ആർ സോ നൈസ്. ഇവൻ പറഞ്ഞത് ശരിയാ. നമുക്കൊരാഴ്ച കൂടി കാത്തിരിക്കാം. അതാ നല്ലത്. ഡേ, കയ്യിൽ കിട്ടിയത് തട്ടിക്കളയരുത്. നമുക്കിവനെ ഇപ്പോൾ തട്ടാം. നോ, ധൃതി കൂട്ടരുത്. കാത്തിരിക്കണം ക്ഷമയോടെ. ധൃതി കൂട്ടരുത്. ധൃതി കൂട്ടുന്നത് തറവാട്ടിൽ പിറന്നവർക്ക് ചേർന്നതല്ല. ഓക്കെ, എല്ലാം പറഞ്ഞ പോലെ മക്കൾ പോയിക്കോളൂ. അപ്പോ നെക്സ്റ്റ് സൺഡേ at 10 o'clock, ഇതേ സ്ഥലം ഇതേ സമയം. ഓക്കെ. ഈശ്വര, തൽക്കാലം രക്ഷപ്പെട്ടു. മണ്ടന്മാർ. ഇനി എന്നെ കിട്ടിയത് തന്നെ. കൊലവരി ഡി മണ്ടച്ചാറ് ഡോഗ്. നീ വലിയ ട്രിക്കുകളൊക്കെ അറിയാവുന്ന ആളാണെന്ന് പറഞ്ഞിട്ട് അവനെ വെറുതെ വിട്ടത് ശരിയായില്ല. ഷൂ സില്ലി. ഇന്ന് ടുഡേ അല്ലേ? ഇന്ന് സൺഡേ. ഇന്നലെ നമ്മൾ പറഞ്ഞ ദിവസം. വാട് ദിവസം? വിച്ച് ദിവസം? ഏയ്, ഇവന്റെ ഒരു കാര്യം. ഓ മൈ ഗോഡ്, സൺഡേ 10 o'clock. ചായ്, ടോട്ടലി കൺഫ്യൂഷൻ. ഇല്ല, വൈകിട്ടില്ല. നിനക്കൊരു മിസ് കോൾ അടിച്ചൂടായിരുന്നോ? വൈകണ്ട, വേഗം വാ. എന്നാ എല്ലാം പറഞ്ഞതുപോലെ വേഗം ചെന്ന് അവനെ കൂട്ടിക്കൊണ്ടുപോവാ. ശരി. ഹലോ, ഇവിടെ ആരുമില്ലേ? ഇതാ ഞാൻ വന്നു. ടുഡേ സൺഡേ, ടൈം 10:30. കമോൺ ബോയ്, കമോൺ. ആരിത്? കയറിയിരിക്കൂ. ഞാൻ അല്പം ലേറ്റായി, സോറി. ഇറ്റ് ഈസ് ഓൾ റൈറ്റ്. കയറിയിരിക്കുന്നില്ല. നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് പുറത്ത് ആ ഒഴിഞ്ഞ സ്ഥലത്ത് പോയിരിക്കാം. അവിടെ എന്റെ കൂട്ടുകാരൻ കാത്തിരിക്കുന്നുണ്ട്. അയ്യേ, കഷ്ടം. കൂട്ടുകാരനെ അവിടെ നിർത്തി വന്നിരിക്കുക. ഇതാണോ സ്നേഹം? അവനെ ഇങ്ങോട്ട് വിളിക്കൂ. ഇവിടെ ആരുമില്ല. ഇവിടെ ആകുമ്പോ നിങ്ങൾക്ക് എന്നെ സുഖമായി കൊന്ന് പാകം ചെയ്ത് കഴിക്കാം. മുളക് പൊടിയൊക്കെ തേച്ച്. യു ആർ റൈറ്റ്. 1 second, ഞാനിതാ വരുന്നു. എല്ലാം ഓക്കെ. അവിടെ ആരുമില്ല. 11 മാത്രമേ ഉള്ളൂ. വേഗം വാ. ഹലോ ഡിയർ, കാത്തിരുന്ന് മുഷിഞ്ഞോ?
ഹായ്, അത് സാരമില്ലെന്നേ. ഒരു നല്ല കാര്യത്തിനല്ലേ. അല്പം കാത്തിരുന്നാലും പ്രശ്നമില്ല. ഇറ്റ് ഈസ് ഓൾ റൈറ്റ്. ചേട്ടന്മാർ കയറി ഇരുന്നാട്ടെ. നമുക്ക് ഈ വരാന്തയിലിരിക്കാം. അത് പറ്റില്ല. നിങ്ങൾ വരാന്തയിലിരുന്ന് എന്നെ കൊന്നു തിന്നുന്നത് വല്ല നുണയന്മാരും കാണും. യു ആർ റൈറ്റ്. എന്തൊരു സ്നേഹം. എനിക്ക് വയ്യ. പറഞ്ഞ പോലെ നീ അങ്ങ് തടിച്ചു കൊഴുത്തല്ലോ. അത് പിന്നെ പറഞ്ഞ നമ്മളൊക്കെ ഒരു വാക്ക് പറഞ്ഞ അത് പിന്നെ വാക്കായിരിക്കണ്ട ചേട്ടാ. ഓഫ് കോഴ്സ്. എന്നാ പിന്നെ അകത്തോട്ട് കയറി ഇരുന്നോളൂ. എണ്ണയും മുളക് പൊടിയും ഒക്കെ ഈ അടുക്കളയിലുണ്ട്.